ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സ്വൈജു കുറുപ്പും കനകലത ചേച്ചിയും സിനിമയുടെ ടൈലറൊക്കെ കാണിക്കുന്നു. ഭരതനാട്യം ടൈലർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. സത്യമോൾക്കും കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയുള്ളവരെല്ലാം സിനിമ കാണുമെന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് വിഷ്ണു ലോകം ഹോട്ടലിൽ ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. വിഷ്ണുവിന്റെ കൂട്ടുകാരൻ കമലൻ പറയുന്നുണ്ട്, നമുക്ക് അകത്തേക്ക് പോകാൻ, ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞെന്ന് പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, അകത്തേക്ക് പോകാൻ വരട്ടെ, ഒരാൾ കൂടി വരണ്ടേ എന്നൊക്കെ പറയുന്നു. കമൽ അപ്പോൾ കളിയാക്കുന്നുണ്ട്, ഏട്ടത്തിയമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, നീ ഉറക്കെ ഒന്നും പറയാതിരിക്കാനെന്നൊക്കെ. കമൽ അപ്പോൾ പറയുന്നുണ്ട്, ഇനിയും ഉറക്കെ പറഞ്ഞാൽ എന്താണ് പ്രശ്നം, എല്ലാവരും അറിയാൻ പോവുകയല്ലേ എന്നൊക്കെ പറയുന്നു. ആശാനെ രക്ഷിച്ചതും ഇപ്പൊ ഈ ഹോട്ടൽ തിരിച്ചെടുത്തതും എല്ലാം ഏട്ടത്തിയമ്മയല്ലേ എന്നൊക്കെ പറയാണ്. വിഷ്ണു അപ്പോൾ പറയണം, അതൊക്കെ ശരിയാണ്, പക്ഷെ അതെല്ലാം അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ, അമ്മ ആ നിമിഷം അറിഞ്ഞാൽ മതി, അപ്പോൾ അമ്മയുടെ മുഖഭാവമൊക്കെ എനിക്ക് കാണണമെന്നൊക്കെ പറയുന്നു. എല്ലാം സർപ്രൈസ് ആയിട്ട് മതി എന്നൊക്കെ പറയുന്നു. അതേസമയം ശ്യാമ സങ്കടത്തിലാണ്. കുഞ്ഞേച്ചി വന്നാൽ എന്താകും ഇവിടുത്തെ സിറ്റുവേഷൻ എന്നൊക്കെ ഓർത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് രോഹിത് അവിടേക്ക് വന്നിട്ട് ശ്യാമയോട് പറയുന്നുണ്ട്, എല്ലാത്തിലും നമ്മുടെ നോട്ടവും ഒക്കെ വേണമെന്നൊക്കെ. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, ഇവന്റ് മാനേജ്മെന്റ് ഉണ്ടല്ലോ എന്നൊക്കെ. രോഹിത് അപ്പോൾ പറയുന്നുണ്ട്, അവർ മാത്രമായിട്ട് കാര്യമില്ല, നമ്മളുടെയും ശ്രദ്ധ വേണമെന്നൊക്കെ പറയുന്നു. പൊന്നി അവിടേക്ക് ജ്യൂസുമായിട്ട് വരുന്നുണ്ട്. ആ ജ്യൂസ് ആണെങ്കിൽ രോഹിത് തന്നെ വാങ്ങി കൊണ്ടുപോയി കൊടുക്കാമെന്നൊക്കെ പറയുന്നു. രോഹിത് പോയതിനു ശേഷം പൊന്നിയാണെങ്കിൽ പിള്ളയോട് പറയുന്നുണ്ട്, ഈ രോഹിത്തിന് എന്ത് സംഭവിച്ചെന്നൊക്കെ. പിള്ള അപ്പോൾ പറയുന്നുണ്ട്, രോഹിത്തിനല്ല വിഷ്ണുവിനാണ് എന്തോ സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ പറയാണ്. പിള്ള പറയുന്നുണ്ട്, വിഷ്ണു ഈ ഹോട്ടലിലേക്ക് പോലും വരാറില്ലായിരുന്നു. 6 വർഷത്തെയും വാർഷികം ആഘോഷിച്ചപ്പോൾ പോലും ഇത്ര ഉത്സാഹമില്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം നല്ല ഉത്സാഹമൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് ശാലിനി മോൾ ഇങ്ങോട്ട് വരുന്ന പോലെയാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല, ശാലിനി മോൾ ഇന്ന് വരുമെന്ന് വിഷ്ണുവിന് അറിയാമെന്നും തോന്നുന്നു എന്നൊക്കെ പിള്ള പറയാണ്. ഈ പറയുന്നതെല്ലാം ശ്യാമയും കേൾക്കുന്നുണ്ടായിരുന്നു. ശ്യാമയ്ക്കും ടെൻഷനാകുന്നു. പിള്ള വീണ്ടും പറയുന്നുണ്ട്, രണ്ടുപേരുമുള്ള ധാരണയിലായിരിക്കും ചിലപ്പോൾ വരുന്നതെന്ന്. പൊന്നി അപ്പോൾ പറയുന്നുണ്ട്, എന്തൊക്കെ ധാരണയിൽ വന്നാലും ശാലിനി സത്യാമ്മയുടെ മുന്നിൽ വന്ന് നിന്നാലുള്ള അവസ്ഥ നമുക്ക് ആലോചിക്കാമല്ലോ എന്നൊക്കെ. പൊന്നി പറയുന്നുണ്ട്, ശ്യാമൻ രോഹിത്തുമാണെങ്കിൽ ഇപ്പോൾ സമാധാനമായിട്ടാണ് ജീവിക്കുന്നത്, വന്നു കഴിഞ്ഞാൽ അവരുടെ സമാധാനം കൂടെ പോകുമെന്നൊക്കെ പറയുന്നു. വിഷ്ണുവിനോട് കമലൻ പറയുന്നുണ്ട്, നമ്മൾ ഈ ഗേറ്റിന്റെ അവിടെ നിന്നാൽ ആരും നമ്മളെ ശ്രദ്ധിക്കത്തില്ല, സെക്യൂരിറ്റി ആണെന്ന് കരുതുമെന്നൊക്കെ പറയുന്നു. ആശാൻ ഏട്ടത്തി വരുമ്പോൾ ഒരു മാലയുമായിട്ടൊക്കെ നിൽക്കണം, മാലയിട്ട് ഏട്ടത്തിയെ സ്വീകരിക്കണമെന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, അത് നല്ല ഐഡിയ ആണെന്നൊക്കെ. ആ സമയത്ത് അവിടേക്ക് സത്യമോളും പപ്പിമോളും വരുന്നുണ്ട്. വിഷ്ണു ചോദിക്കുന്നുണ്ട്, സ്മോൾ ഫ്രണ്ട് എപ്പ വന്നെന്നൊക്കെ. സത്യമോൾ പറയുന്നുണ്ട്, ബിഗ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് അന്വേഷിക്കത്ത് പോലുമില്ലല്ലോ എന്നൊക്കെ പറയുന്നു. വിഷ്ണു ചോദിക്കുന്നുണ്ട്, ഇന്ന് നിങ്ങളുടെ എന്തൊക്കെ പരിപാടികൾ ഉണ്ടെന്നൊക്കെ. അപ്പോൾ പപ്പിമോളും സത്യമോളും പറയുന്നുണ്ട്, ഡാൻസും പാട്ടും കുറെ പരിപാടികളും ഒക്കെ ഉണ്ടെന്ന്. വിഷ്ണു അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആരുടെ ഐഡിയ ആണെന്ന്. സത്യ അപ്പോൾ പറയുന്നുണ്ട്, അമ്മയുടെ ഐഡിയ ആണെന്നൊക്കെ. വിഷ്ണു അപ്പോൾ കാറ് കേടായ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. വീണ്ടും രോഹിത് ശ്യാമയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താണ് വിഷമിച്ച് നിൽക്കുന്നതെന്നൊക്കെ. ശ്യാമ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, നമ്മുടെ ജീവിതം നഷ്ടമാകുമോ എന്നൊക്കെ എനിക്ക് പേടിയാണല്ലോ എന്നൊക്കെ. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് തലവേദനിക്കുന്നു എന്നൊക്കെ. രോഹിത് അപ്പോൾ ആശുപത്രിയിൽ പോകാമെന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഒരു ഗുളിക കഴിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ. ആ സമയത്ത് പിള്ളി അവിടേക്ക് വരുന്നുണ്ട്. മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്, അതൊന്ന് നോക്കണമെന്നൊക്കെ പറയുന്നു. ശ്യാമയോട് റെസ്റ്റ് എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് അവിടേക്ക് പോകുന്നു. അതേ സമയത്ത് വിഷ്ണു സത്യമോളുടെയും പപ്പിമോളുടെയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യമോളാണെങ്കിൽ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ വിഷ്ണു അച്ഛൻ ഒരുപാട് സന്തോഷത്തിലാണല്ലോ, എപ്പോഴും പോലെയല്ലല്ലോ എന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ലെന്ന്. പപ്പിമോൾ ഉടനെ തന്നെ തലയിൽ കൈവെപ്പിച്ചിട്ട് കള്ളം പറയരുതെന്നൊക്കെ പറയുന്നു. വിഷ്ണു ഉടനെ തന്നെ കൈ എടുക്കുന്നുണ്ട്. 2 കുട്ടികൾ നിർബന്ധിക്കുകയാണ്, കള്ളം പറയാൻ പാടില്ല, സത്യം തന്നെ പറയണമെന്നൊക്കെ പറയുന്നു. വിഷ്ണു രണ്ടുപേരെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരോടും പറയരുത്, എങ്കിൽ ഞാൻ പറയാം, പപ്പിമോളുടെ ചേച്ചിയമ്മ വരാൻ പോവുകയാണെന്ന് പറയുന്നു. അതാണ് സീക്രട്ട് എന്നൊക്കെ വിഷ്ണു പറയുന്നു. പപ്പിമോൾ ചോദിക്കുകയാണ്, സത്യമാണോ എന്ന്. വിഷ്ണു അപ്പോൾ സത്യമാണെന്ന് പറയുന്നു. എപ്പോഴാ വരുന്നതെന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, ഇന്ന് തന്നെ ഉറപ്പായിട്ടും വരുമെന്നൊക്കെ. വിഷ്ണു രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് സന്തോഷിക്കുകയാണ്. കുട്ടികളും സന്തോഷിക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.